ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ഗെയിൻ്റെ സെഷനായിരുന്നു നമ്മളിന്ന് നിഫ്റ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. 17,135 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 17,240 അടുത്ത് വരെ ഹൈ പോയി. തുടർന്ന് 17,215 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഐഷർ മോട്ടോഴ്സ്, ICICI ബാങ്ക്, റിലയൻസ്, ടെക് മഹീന്ദ്ര, SBI ഇവരായിരുന്നു നിഫ്റ്റിയിൽ ടോപ്പ് ഗെയിനറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ IT സെക്ടർ മാത്രമായിരുന്നു ഇന്ന് ഡൗണിൽ പോയിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ സെക്ടറും തന്നെ ഇന്ന് നല്ലൊരു ഗെയിനായിരുന്നു ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിനി നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു ഗെയിനിൻ്റെ ഒരു സെഷനായിരുന്നു ഇന്നുണ്ടായിരുന്നത്. നമ്മളിനി ഡെയിലി ചാർട്ടിലേക്ക് വരുമ്പോൾ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു സിഗ്നലാണ് ഡെയിലി ചാർട്ടിലും പ്ലോട്ട് ആയിരിക്കുന്നത്. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഹയർ ഹൈ അതിനെ ബ്രേക്ക് ചെയ്ത് എൻഡാകാൻ ഇന്ന് മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നിരുന്നാലും ഒരു ബുള്ളിഷ് സിഗ്നലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് ട്രെൻഡിനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RSI ഇൻഡിക്കേറ്ററിലെ വാല്യൂ ഇപ്പം ഓവർബോട്ട് റീജിയനിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. 73 മുകളിലാണ് RSI ഇൻഡിക്കേറ്ററിലെ വാല്യൂ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അപ് ട്രെൻഡ് തുടരുകയാണെങ്കിലും ഈ ഒരു റേഞ്ചിലൊരു കൺസോളിഡേഷൻ നടന്നതിന് ശേഷം, നമ്മൾ ഇതിനു മുമ്പുള്ള മാർക്കറ്റുകളൊക്കെ നോക്കുകയാണെങ്കിലും ഒരു കൺസോളിഡേഷൻ നടന്നതിന് ശേഷം വീണ്ടും ഒരു അപ് ട്രെൻഡ്, അപ്പോൾ അങ്ങനെയുള്ളൊരു പോസിബിലിറ്റിയാണ് നമ്മളിപ്പോൾ കാണുന്നത് മാർക്കറ്റിൽ. അപ്പോൾ ഈ ഒരു വരും ദിവസങ്ങളിൽ ഈ ഒരു റേഞ്ചിൻ്റെ മാർക്കറ്റ് ഇപ്പോൾ 11,000 മുകളിൽ മാർക്കറ്റ് ട്രേഡ് ആവുകയും അങ്ങനെ ആ ഒരു റേഞ്ചിനെ ഹോൾഡ് ചെയ്യാൻ മാർക്കറ്റ് സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ നമുക്ക് കൺസോളിഡേഷൻ നിലനിൽക്കും. പിന്നീട് ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതകൾ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അടുത്തായിട്ട് നമ്മൾ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ ഇന്നലെ നാസ്ഡാക്ക് 25 പോയിൻറ്റ്സ് ഗെയിനോട് കൂടിയാണ് എൻ്റെ ആയിരിക്കുന്നത്. ഇന്നത്തെ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് എല്ലാ അനലിസ്റ്റുകളും പ്രതീക്ഷിക്കുന്നത്. US ഫീച്ചേഴ്സും ഇന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു ട്രേഡിങ്ങിലാണ് നടക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം US വീണ്ടും ഒരു സ്റ്റിമുലസ് പാക്കേജിൻ്റെ പ്രതീക്ഷകളൊക്കെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്റ്റിമുലസ് പാക്കേജ്, ഇപ്പോൾ ഇതിനു മുമ്പ് കൊടുത്ത സ്റ്റിമുലസ് പാക്കേജൊക്കെ ഈ വരും ദിവസങ്ങളിൽ എക്സ്പയർ ആകുമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഒരു പുതിയ സ്റ്റിമുലസ് പാക്കേജ് ഇനിയുള്ള വരും. അപ്പോൾ ആ ഒരു സ്റ്റിമുലസ് പാക്കേജിൻ്റെ പ്രതീക്ഷകളാണ് ഇപ്പോൾ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നത്. അതുപോലെ തന്നെ അവിടെയും ഇങ്ങനെ കമ്പനികളുടെ ഏർണിംഗ്സ് റിലീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റിമുലസ് പാക്കേജ് ഇനി എങ്ങനെ വരുന്നു, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതായിരിക്കും ഇനി US മാർക്കറ്റിനെ മുമ്പോട്ട് നയിക്കാനുള്ള സാധ്യതകൾ കാണുന്നത്. പിന്നെ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, US ചൈന ടെൻഷൻസ് വീണ്ടും കടുക്കുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. കാരണം US ഇപ്പം അവരുടെ ഹ്യൂസ്റ്റണിലുള്ള ചൈന കോൺസുലേറ്റിനോട് അവിടുന്ന് വെക്കേറ്റ് ചെയ്യുക എന്ന രീതിയിലൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഇങ്ങനെ വീണ്ടും ആ ഒരു ടെൻഷൻസ് വീണ്ടും കടുക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. അപ്പോൾ അതും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. പിന്നെ യൂറോപ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ലൊരു പോസിറ്റീവ് മൂഡിലാണ് ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ കാണിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. SGX നിഫ്റ്റി ഇപ്പോൾ 28 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നാളെ രാവിലെ നിങ്ങൾ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക ഒരു 8 മണി 9 മണി ആ ടൈമിൽ. അപ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഏകദേശം ഒരു ട്രെൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്നും രൂപയുടെ മൂല്യം ഡോളറിനെ അഗൻസ്റ്റായിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണിച്ചത്. 74.76 രൂപയുടെ മൂല്യം ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ FIIൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ നല്ലൊരു പർച്ചേസാണ് കണ്ടത്. 1,665 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവർക്ക് മാർക്കറ്റിലുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് 931 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലും ക്യാഷ് മാർക്കറ്റിലുണ്ടായിട്ടുണ്ട്. അടുത്തായിട്ട് ഹൈ വോളിയത്തിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്കുകൾ ITC നമ്മളിപ്പോൾ ITCയുടെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ള സിഗ്നലാണ് കാണിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അപ് ട്രെൻഡിലാണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു അപ് ട്രെൻഡ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രേഡിങ്ങിന് ഉള്ള പോസിബിലിറ്റി ഇതിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക്, ഇതും ഒരു അപ് ട്രെൻഡിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റോക്കുകളൊക്കെ. അപ്പോൾ അതും നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. എന്നിരുന്നാലും ഈ 2 സ്റ്റോക്കുകളും ഭാരത് ഇലക്ട്രോണിക്സിനും ഹിന്ദുസ്ഥാൻ സിങ്കിനെ സംബന്ധിച്ചിടത്തോളം RSI ഇൻഡിക്കേറ്ററിൽ ഹൈ വാല്യൂവിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഗ്രാനുൾസ് ഇന്ത്യ വീണ്ടും 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. 250 മുകളിലാണ് ഇപ്പോൾ അതിൻ്റെ വാല്യൂ നിലനിൽക്കുന്നത്, സ്റ്റോക്ക് പ്രൈസ്. അപ്പോൾ നിങ്ങൾ ആ സ്റ്റോക്കിനൊന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അത് അപ് ട്രെൻഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രാക്ക് ചെയ്യുക സ്റ്റോക്കിനെയും. അതുപോലെ തന്നെ ഈ ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഉള്ള ബാക്കി സ്റ്റോക്കുകളും നിങ്ങളും ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങളും ഒരു പോസിബിലിറ്റി കണ്ടെത്താൻ ശ്രമിക്കുക. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്ക് അപ്ഡേറ്റുകളിലേക്ക് നമ്മൾ വരുമ്പോൾ ആമസോൺ റിലയൻസിൻ്റെ റീറ്റെയിൽ മാർക്കറ്റിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പ്ലാൻ ചെയ്യുന്ന എന്നൊരു ന്യൂസ് അപ്ഡേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. റിലയൻസിൻ്റെ ജിയോ മാർട്ടിലേക്ക് ഏകദേശം 9.9% സ്റ്റേക്ക് വാങ്ങാൻ പോകുന്നു എന്നുള്ളൊരു ടോക്ക് നടക്കുന്ന എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ബ്ലൂംബർഗിൽ. അപ്പോൾ നിങ്ങളും ഈ ഒരു ന്യൂസ് ഒന്ന് ട്രാക്ക് ചെയ്യുക. അടുത്തതായിട്ട് വോഡാഫോണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് IT ഡിപ്പാർട്ട്മെൻറ്റിനോട് ഒരു ടാക്സ് റിവേഴ്സൽ ഏകദേശം 833 കോടിയുടെ ടാക്സ് റിവേഴ്സൽ നടത്താൻ തിരിച്ച് വോഡാഫോണിന് പേ ചെയ്യാനായിട്ട് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വോഡാഫോണിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു.
ഇനി ഗ്ലെൻമാർക്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൊറോണയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ അതിൻ്റെ ഫേസ് 3 ക്ലിനിക്കൽ ട്രയലിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്ഡേറ്റുകളിൽ. അത് ഏകദേശം 40% ഫാസ്റ്ററായിട്ടുള്ള ഒരു ക്യൂറാണ് ഈ മെഡിസിൻ കൊടുക്കുന്നതെന്നാണ് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതായിരുന്നു ഈ സ്റ്റോക്കിനെ ഒരു പോസിറ്റീവ് ട്രെൻഡിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഈ ഒരു ന്യൂസും ഇത് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ന്യൂസുകൾ ഇനിയും നല്ല റിസൾട്ടുകൾ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് ഇനിയും നല്ല അപ് ട്രെൻഡിൽ പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അടുത്തതായിട്ട് റൊസാരി ബയോടെക്കിൻ്റെ IPO ഇന്നായിരുന്നു മാർക്കറ്റിൽ ലിസ്റ്റ് ആകുന്നത്. നല്ലൊരു ലിസ്റ്റിംഗ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. 425 രൂപയായിരുന്നു അവർ ഇഷ്യൂ പ്രൈസായിട്ട് ഫിക്സ് ചെയ്തിരുന്നെങ്കിലും ലിസ്റ്റ് ചെയ്തപ്പോൾ 670 രൂപയിലാണ് ഇന്ന് ലിസ്റ്റ് ആയത്. അത് ഏകദേശം ആ ഒരു ലിസ്റ്റിംഗ് സമയത്ത് തന്നെ ഏകദേശം 58% ഗെയിൻ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന രീതിയിലാണ് ലിസ്റ്റിംഗ് നടന്നത്. അപ്പോൾ നല്ലൊരു ഗെയിൻ ആയിരിക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും. അത് IPO കിട്ടിയ അലോട്ട് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു ഗെയിൻ ആയിരുന്നു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അടുത്തായിട്ട് സ്പൈസ് ജെറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് US-ലേക്ക് ഫ്ലൈ ചെയ്യാനുള്ള ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ത്യയും അതേപോലെ തന്നെ US ഗവൺമെൻറ്റിൻ്റെ തമ്മിലുള്ള എയർ സർവീസ് അഗ്രിമെൻ്റൊക്കെ പാലിച്ചുകൊണ്ട് അവർക്ക് ഫ്ലൈ ചെയ്യാനുള്ള ഒരു അപ്രൂവൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു ഇന്ന് ഈ സ്പൈസ് ജെറ്റിനെയും ഒരു അപ് ട്രെൻഡിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു കാരണമായി നിലനിന്നത്. ഇനി ദിലീപ് ബിൽഡ്കോണിനെ സംബന്ധിച്ചിടത്തോളം അവരും HCCയുമായിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചറിന് ഒരു പ്രോജക്റ്റ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗുജറാത്തിൽ നിന്ന്. ഏകദേശം 4167 കോടിയുടെ ഒരു പ്രോജക്റ്റാണ്. അത് നോക്കുമ്പോൾ 48 മാസത്തിനുള്ളിൽ ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീഷൻ നടത്തണം. അതുമാത്രമല്ല ഒരു 10 വർഷത്തെ മെയിൻ്റെനൻസും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇതായിരുന്നു ഇന്ന് ദിലീപ് ബിൽഡ്കോണിനും ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിന്നത്. ഇനി ഏർണിംഗ്സ് റിലീസ് Q1 റിസൾട്ട്സ് വന്ന കമ്പനികൾ നോക്കുമ്പോൾ HDFC AMC അവർക്ക് റവന്യൂവിൽ 18% ഡൗൺ ആണ് വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 4% വർധനവും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു നെറ്റ് പ്രോഫിറ്റിന് പ്രധാന കാരണങ്ങളായി നിലനിന്നത് അതർ ഇൻകത്തിലുള്ള വർധനവായിരുന്നു പ്രധാന കാരണമെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി L&Tയുടെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ റവന്യൂവിൽ 28.3% ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 79.4% ഡിക്ലൈനും വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്ന ന്യൂ ഓർഡേഴ്സ് പുതുതായിട്ട് വരുന്ന ഓർഡറുകളുടെ റേഷ്യോ നോക്കുമ്പോൾ അതിനകത്ത് 39% ഫോൾ ഉണ്ടായതായിട്ട് പറയുന്നു. ഇനി സെഗ്മെൻറ്റ് വൈസ് നോക്കുമ്പോൾ അവർക്ക് IT അതുപോലെ തന്നെ ടെക്നോളജി സർവീസ് ഈ ഒരു വിഭാഗത്തു നിന്നുള്ള റവന്യൂവിലാണ് നല്ല വർധനം ഉണ്ടായിരിക്കുന്നത് 57%. ബാക്കി എല്ലാ സെഗ്മെൻറ്റിലും തന്നെ റവന്യൂവിൽ നല്ലൊരു ഡൗൺ ആണ് വന്നിരിക്കുന്നത്. 30 മുതൽ 60% ഇടയിലുള്ള ഡിക്ലൈനാണ് ബാക്കി സെഗ്മെൻറ്റുകളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റാണ് ഇതിന് പ്രധാന കാരണമായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ റാമ്പപ്പ് അതൊരു പഴയ ലെവലിലേക്കുള്ളൊരു തിരിച്ചുവരവിന് ഇനി കുറച്ച് ക്വാർട്ടറുകളും കൂടി എടുക്കും എന്ന രീതിയിലാണ് അവർ അപ്ഡേറ്റുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ICICI സെക്യൂരിറ്റീസിൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ റവന്യൂവിൽ 36% വർധനവും ഉണ്ടായിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ 70% വർധനവും അവർക്കുണ്ടായിട്ടുണ്ട്. ഇനി സെഗ്മെൻറ്റ് വൈസ് നോക്കുമ്പോൾ ട്രഷറി സെഗ്മെൻറ്റിലെ റവന്യൂവിൽ 3 മടങ്ങിലധികം വർധനവ് ഉണ്ടായതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ റവന്യൂവിൽ 38% വർധനവും ഇഷ്യൂവർ സർവീസ് അതുപോലെ തന്നെ അഡ്വൈസറി റവന്യൂവിൽ 34% വർധനവും പ്രൈവറ്റ് വെൽത്ത് മാനേജ്മെൻറ്റ് റവന്യൂവിൽ 36% വർധനവും അവർക്കുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ക്വാർട്ടറിൽ ഏകദേശം 80,000 ക്ലയൻസിനെയും അവർ വിൻ ചെയ്തു. പുതുതായിട്ട് 80,000 ക്ലയൻസിനെയും കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ CLSA എന്ന് പറഞ്ഞ ബ്രോക്കറേജ് ഫേം ഇവർക്കൊരു ബൈ ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടാർഗറ്റ് പ്രൈസും വീണ്ടും ഉയർത്തിയിട്ടുണ്ട്. 450 നിന്നും 625 രൂപയായിട്ട് ഇവർ പ്രൈസ് ടാർഗറ്റ് ഉയർത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് ഈ ഒരു സ്റ്റോക്കിന് നല്ലൊരു ഗെയിൻ കൊടുത്തത്. ഇനി PNB ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഏർണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 22% ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിലും 10% ഡിക്ലൈനും ഉണ്ടായിട്ടുണ്ട്. ഗ്രോസ് NPAയിൽ നേരിയൊരു വർധനവും ഉണ്ടായിട്ടുണ്ട്. 2.75% നിന്ന് 2.76% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. നെറ്റ് NPA നോക്കുമ്പോൾ അതിലൊരു കുറവ് വന്നിട്ടുണ്ട്. 1.75% നിന്ന് 1.67% ആയിട്ട് കുറഞ്ഞിട്ടുമുണ്ട്. ഇനി റാലിസ് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം റവന്യൂവിൽ 6% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 52% വർധനവും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു നെറ്റ് പ്രോഫിറ്റിൽ അല്ലെങ്കിൽ വർധനം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളായി നിലനിന്നത് റോ മെറ്റീരിയൽസിൻ്റെയും അതർ എക്സ്പെൻസിലൊക്കെ കുറവ് വന്നതാണ് ഈ ഒരു വർധനവിന് കാരണമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി സ്റ്റെർലൈറ്റ് ടെക്നോളജീസിൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ റവന്യൂവിൽ 39% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 93% ഡിക്ലൈനും എബിഡയിൽ 62% ഡിക്ലൈനുമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പെർഫോമൻസും പ്രൊജക്റ്റ് എക്സിക്യൂഷനും എല്ലാം ഈ ഒരു കൊറോണയുടെയും ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റ് മൂലം നന്നായിട്ട് ഡൗൺ ആയിട്ടുണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഈ വർഷത്തെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് ഹാഫിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും എന്ന രീതിയിലാണ് അവരുടെ അനൗൺസ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ആസ്റ്റെക് ലൈഫ്സയൻസിൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ റവന്യൂവിൽ 45.3% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് 16.2 കോടി ഒരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അത് 1.1 crore നെറ്റ് ലോസ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. എബിഡയിലും 4.3 മടങ്ങിൻ്റെ വർധനവും ഉണ്ടായിട്ടുണ്ട്.
ഇനി SKF Indiaൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ റവന്യൂവിൽ 61% ഡിക്ലൈനും നെറ്റ് ലോസ് 2.5 കോടിയുടെ നെറ്റ് ലോസുമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. ഈ ഒരു കഴിഞ്ഞ 50 ദിവസങ്ങളിൽ പ്രൊഡക്ഷൻ എല്ലാം സീറോ ആണെന്നാണ് അവർ കാണിച്ചിരിക്കുന്നത്. ജൂണിൽ ഒരു തിരിച്ചുവരവ് ലോക്ക്ഡൗൺ റിലാക്സേഷൻ ഒക്കെ കൊടുത്തതുകൊണ്ടൊരു തിരിച്ചുവരവ് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നെ ഇപ്പോൾ റീജിയണൽ വൈസായിട്ട് ലോക്ക്ഡൗൺ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു തിരിച്ചുവരവെല്ലാം തന്നെ നിന്നുപോയി എന്ന രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി റൈഡ്കോ ഖൈത്താൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ റവന്യൂവിൽ 34% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 21% ഡിക്ലൈനുമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. ഏപ്രിലിൽ 1 മുതൽ മെയ് 4 വരെ സീറോ സെയിൽസ് ആണെന്നാണ് അവർ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലോക്ക്ഡൗണിൽ റിലാക്സേഷനൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ സെയിൽസൊക്കെ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. അതുമാത്രമല്ല അവർക്ക് നെറ്റ് ഡെപ്റ്റിൽ ഒരു 122 കോടിയുടെ റിഡക്ഷൻ കൊണ്ടുവരാൻ സാധിച്ചു എന്നും അവർ കാണിച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ അവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. ഇനി GM ബ്രൂവറീസിൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ റവന്യൂവിൽ 77% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 85% ഡിക്ലൈനുമാണ് ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല ഇപ്പം മുംബൈ, താനെ, സോലാപ്പൂർ ഇങ്ങനെയുള്ള അതും അങ്ങനത്തെ കുറച്ച് അവരുടെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ ഇപ്പം അവർക്ക് സെയിൽസ് നടത്താൻ സാധിക്കുന്നില്ല എന്ന് കാണിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ലോക്ക്ഡൗണും കൊറോണയുടെ ഇമ്പാക്റ്റുകളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട്. അടുത്തതായിട്ട് ഹീഡൽബർഗ് സിമെൻറ്റിൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ റവന്യൂവിൽ 31% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 38% ഡിക്ലൈനും സെയിൽസ് വോളിയത്തിൽ 31.9% ഡിക്ലൈനുമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ കൊറോണയുടെ ഇമ്പാക്റ്റാണെന്നാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം $1.3 ബില്യൺ അവർ ഷെയർ സെയിൽസ് വഴിയായിട്ട് റേസ് ചെയ്യാനുള്ളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് അത് പ്രധാനമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ആണ് അവർ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അവർ അഡ്വൈസേഴ്സായിട്ട് BNP Paribas, ക്രെഡിറ്റ് സ്വിസി, അതുപോലെ തന്നെ HSBC, UBS ഇവരെ നിയമിച്ചു എന്ന രീതിയിലൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇനി RBI HDFC ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം RBI അവർക്ക് ഇതിനു മുമ്പ് നമ്മൾ കണ്ട ന്യൂസായിരുന്നു അവരുടെ HDFC ബാങ്കിൻ്റെ വെഹിക്കിൾ ലോൺ വിഭാഗത്തിൽ നടന്ന ഒരു ലോൺ തട്ടിപ്പ്. അപ്പോൾ അതിൽ ഇപ്പോൾ HDFC ബാങ്ക് എന്ത് നടപടികൾ സ്വീകരിച്ചു എന്ന് RBI അവരുടെ അടുത്ത് നിന്ന് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഏകദേശം $16 ബില്യൺ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ലോണായിരുന്നു ജൂൺ 30 കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ HDFC ബാങ്ക് കൊടുത്ത ക്ലാരിഫിക്കേഷൻ നോക്കുമ്പോൾ അവർ ഇൻറ്റേർണലായിട്ടുള്ള എൻക്വയറികളൊക്കെ നടത്തി അതിൽ നിന്നും ഒരു സെറ്റ് ഓഫ് എംപ്ലോയീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവർ ആക്ഷൻസ് എടുത്തു എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഈ ഷെയർ പ്രൈസ് ഡൗൺ ആകാനുള്ള ഒരു കാരണമായി നിന്നത്. ഇനി യൂക്കോ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇവരും ഏകദേശം 3000 കോടി ഫണ്ട് റേസിനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് FPO വഴിയായിട്ടോ QIP വഴിയായിട്ടോ പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴിയായിട്ടോ ഒക്കെ ആയിരിക്കും ഇത് റേസ് ചെയ്യുക എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ RBI, SEBI ഇവരുടെയൊക്കെ ഒരു അപ്രൂവലിനെ ബേസ് ചെയ്തായിരിക്കും ഈ ഒരു ഫണ്ട് റേസിംഗ് നടക്കുക എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കണ്ടതായിരുന്നു റിലയൻസിൽ ജിയോയിൽ ഗൂഗിൾ സ്റ്റേക്ക് എടുക്കാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് CCIൻ്റെ ഭാഗത്തുനിന്ന് അവർ അപ്രൂവൽ സീക്ക് ചെയ്യാൻ പോകുന്നു എന്നൊരു ന്യൂസ് അപ്ഡേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ നടപടികളായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഇനി ഫ്യൂച്ചർ റീറ്റെയിലിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഡോളർ ബോണ്ടിൻ്റെ ഇൻവെസ്റ്റ് പേയ്മെൻറ്റ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു ന്യൂസായിരുന്നു നിന്ന് ഡൗണിൽ പോകാൻ കാരണമായി നിന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും കൊറോണയുടെ ഇമ്പാക്റ്റുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ ബിസിനസ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കാരണങ്ങളാണ് ഈ ഒരു പേയ്മെൻറ്റ് മിസ് ചെയ്യാൻ കാരണമായിട്ട് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വരുന്ന 30 ദിവസത്തിനുള്ളിൽ ഈ ഒരു എമൗണ്ട് പേ ചെയ്യും എന്ന രീതിയിലാണ് അവർ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു ന്യൂസിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്ക് പ്രൈസ് ഡൗണിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ നിങ്ങളും ഈ ഒരു ന്യൂസുകളൊക്കെ വെച്ച് ഈ സ്റ്റോക്കുകളിൽ നിന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അനാലിസിസ് നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ US ചൈന ടെൻഷൻസും അതുപോലെ തന്നെ കൊറോണയുടെ വാക്സിനെ സംബന്ധിച്ചിട്ടുള്ള ന്യൂസുകളും കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കൂടുതൽ ക്ലാരിറ്റികൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ന്യൂസ് അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു കൊറോണയുടെ വാക്സിനെ സംബന്ധിച്ചിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ വിശ്വാസ്യതയും നിങ്ങളൊന്ന് അന്വേഷിക്കുക. അപ്പോൾ അവിശ്വാസയോഗ്യമായ ന്യൂസുകളാണെങ്കിൽ അതൊരു ഓതറൈസ്ഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് വരുന്ന ന്യൂസുകളാണെങ്കിൽ മാത്രം അത് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനെ തുടർന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പോവുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.